ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും ബലഹീനരായിട്ടുള്ള വ്യക്തികളാണ്. പലപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകളിലൂടെ നമ്മുടെ വിശുദ്ധിക്ക് ഭംഗം വരാറുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് തിരികെ ഓടിയെത്താനായിട്ട് ഈശോ നൽകിയിട്ടുള്ള ഒരു സമ്മാനമുണ്ട്, വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ. നമുക്കിന്ന് കുമ്പസാരത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പാപം മൂലം നഷ്ടപ്പെട്ട ദൈവമനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കാനാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നതും പാപമോചനവും നിത്യരക്ഷയും മനുഷ്യന് വാഗ്ദാനം ചെയ്തതും. പശ്ചാത്തപിച്ച് തന്റെ അടുത്തേക്ക് വരുന്ന ജനത്തെ ചേർത്ത് വെക്കുന്ന കരുണാസമ്പന്നനായ ദൈവത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. വ്യക്തിപരമായി ദൈവത്തോട് നേരിട്ട് തനിക്ക് വേണ്ടി തന്നെ പാപമോചനം വാങ്ങിക്കുന്നത് മാത്രമല്ല പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേതാക്കന്മാർ ജനങ്ങൾക്ക് വേണ്ടിയും ദൈവത്തോട് പാപമോചനം യാചിക്കുന്നതും കാണാൻ സാധിക്കും. പാപമോചനത്തിനായി പുരോഹിതൻ പാപപരിഹാര ബലികൾ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതും പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. 10 നീതിമാന്മാരെ പ്രതി പോലും സോതോമിനോട് കരുണ കാണിക്കാൻ തയ്യാറാകുന്ന ദൈവത്തിന്റെ ചിത്രം ദൈവകാരുണ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. യഹൂദരുടെ പ്രധാനപ്പെട്ട മതാചാരമായിരുന്നു പാപപരിഹാര ദിനാചരണം. പൊതുവായി പാപങ്ങൾ ഏറ്റുപറയുന്ന രീതിയും പഴയ നിയമത്തിൽ നമുക്ക് കാണാം. ഇസ്രായേൽ ജനത ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മിശിഹായുഗം പാപരഹിതവും നിർമ്മലവുമായ ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത്. ഇസ്രായേലിൽ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായുഗം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ രക്ഷാകര കാരുണ്യം മനുഷ്യരൂപമെടുത്തതാണ് അവതരിച്ച വചനമായ യേശു ക്രിസ്തു. പാപമോചകനായാണ് സുവിശേഷം ഈശോയെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് മാലാഖ പറഞ്ഞു വെക്കുന്നതും നീ അവനെ യേശു എന്ന പേര് നൽകണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നായിരുന്നു സ്നാപക യോഹന്നാന്റെ സാക്ഷ്യവും. യേശു തന്റെ പരസ്യ ജീവിത കാലത്ത് ഒരുപാട് പേർക്ക് പാപമോചനം നൽകുന്നതായി കാണുന്നുണ്ട്. ദൈവം നമ്മോട് കാണിച്ച ദയയ്ക്ക് അനുസൃതമായി മറ്റുള്ളവരോടും നാം ദയാപൂർവം വർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്ന നിർധനനായ ഭൃത്യന്റെ ഉപമയിലൂടെ യേശു വ്യക്തമാക്കുന്നു. പാപമൂലം അകന്നുപോയ മനുഷ്യവംശത്തെ തന്റെ അനുസരണവും ആത്മബലിയും മുഖേന ക്രിസ്തു ദൈവവുമായും തമ്മിലും അനുരഞ്ജനപ്പെടുത്തി. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു ക്രിസ്തുവിന്റെ കുരിശിലെ ബലി. പാപമോചനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യവും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 23 ഉൾപ്പെടെയുള്ള വാക്യങ്ങളുമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈശോ പറയുന്ന വാക്യങ്ങളാണ്: നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും എന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. എന്താണ് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം? നമുക്കതൊന്ന് മനസ്സിലാക്കാം. രക്ഷാകരവും പാപവിമോചകവുമായ ദൈവിക കൃപാവരത്തെ മനഃപൂർവ്വം തള്ളിക്കളയുകയും നിരാകരിക്കുകയും ചെയ്യുക എന്നതാണ് ആത്മാവിനെതിരായ പാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്: നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. നമ്മുടെ പാപങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഈശോ കുരിശിൽ ബലിയായത്. ദൈവത്തിന് ക്ഷമിക്കാനാവാത്ത ഒരു പ്രവൃത്തിയും ഇല്ല എന്നിരിക്കെ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്നുള്ള നിരാശയിൽ പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാതിരിക്കുന്ന അവസ്ഥയാണിത്. ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ കരുണയ്ക്ക് മുൻപിൽ നമ്മുടെ ഹൃദയത്തിന്റെ കവാടം അടച്ചിടുക എന്നതിനാലാണ് പാപം ക്ഷമിക്കപ്പെടാതായി മാറുന്നത്. ജ്ഞാനസ്നാനത്തിന് ശേഷം നാം ചെയ്യുന്ന പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി ഈശോ സ്ഥാപിച്ച കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. ചെയ്ത പാപങ്ങളിൽ നിന്നുള്ള മോചനവും അതോടൊപ്പം വീണ്ടും പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ട വരപ്രസാദവും നമുക്ക് വിശുദ്ധ കുമ്പസാരത്തിൽ നിന്ന് ലഭിക്കുന്നു. കുമ്പസാരക്കൂട്ടിലെ വൈദികൻ നമ്മുടെയും നമ്മുടെ സഹോദരരുടെയും ദൈവത്തിന്റെയും പ്രതിനിധിയാണ്. അതിനാൽ തന്നെ നമുക്കെതിരായും നമ്മുടെ സഹോദരർക്കെതിരായും ദൈവത്തിനെതിരായും ചെയ്തിട്ടുള്ള പാപങ്ങൾ നാം വൈദികനോട് ഏറ്റുപറയുന്നു. കുമ്പസാരത്തിന് രഹസ്യാത്മകതയുണ്ട്, അതായത് സീൽ ഓഫ് കൺഫെഷൻ.
നാം കുമ്പസാരിക്കുന്ന പാപങ്ങൾ അഥവാ കുമ്പസാര രഹസ്യം പുറത്ത് വെളിപ്പെടുത്തുവാനുള്ള അനുവാദമില്ല. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താത്തതിന്റെ പേരിൽ തന്റെ ജീവൻ വരെ പണയം വെക്കേണ്ടി വന്നിട്ടുള്ള വൈദികരുണ്ട് സഭയിൽ. അതിനൊരു ഉദാഹരണമാണ് വിശുദ്ധ ജോൺ നെപുംസ്യാൻ. കുമ്പസാരത്തെപ്പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: പരിചയമുള്ള വൈദികരുടെ അടുത്ത് കുമ്പസാരിക്കണോ? നമ്മെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു വൈദികനാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമ്മെ ഗൈഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും എന്നുള്ള കാരണത്താൽ പരിചയമുള്ള വൈദികന്റെ അടുത്ത് കുമ്പസാരിക്കുന്നത് തന്നെയാണ് നല്ലത്. സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായ ഒരു കുമ്പസാരക്കാരൻ ഉള്ളതും നല്ലതാണ്. വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വരുമ്പോൾ ഓടിയെത്താനുള്ള ഒരു അത്താണിയാണ് കുമ്പസാരക്കൂട്. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമ്മെ ചേർത്തണയ്ക്കാൻ കാത്തിരിക്കുന്ന നല്ല തമ്പുരാനുണ്ട് എന്നുള്ള ബോധ്യത്തോടെ വീണ്ടും വീണ്ടും കുമ്പസാരിച്ചുകൊണ്ട് വിശുദ്ധിയിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യാതൊരു മുൻവിധികളുമില്ലാതെ നമ്മെ ചേർത്തണയ്ക്കുന്ന തമ്പുരാന്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ തുറന്നു വെക്കാം. സാധിക്കുമെങ്കിൽ ഈ അടുത്ത് തന്നെ നല്ലൊരു കുമ്പസാരം നടത്തി നമുക്കും ഈശോയുടെ ജനന തിരുനാളിനൊരുങ്ങാം. ഒപ്പം ബൈസന്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ട മെൽക്കൈറ്റ് സഭയ്ക്ക് വേണ്ടിയും നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സഭയെ അറിഞ്ഞുകൊണ്ട് പുൽക്കൂട്ടിലേക്ക്. ബോൺ നഥാലെ.